സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ചലഞ്ചിൽ 5th ഡേ ആണ് അല്ലേ. നമ്മൾ ഉണ്ടാക്കിയ ഫേസ് വാഷ് പൗഡർ വെച്ചാണ് വാഷ് ചെയ്യുന്നത്. വളരെ ജെൻറ്റിലായിട്ട് വാഷ് ചെയ്താൽ മതിയാകും. നന്നായിട്ട് ഈവനായിട്ട് ഫേസിൽ എല്ലായിടത്തും തേച്ച് വാഷ് ചെയ്യുക. ഇങ്ങനെയല്ല കേട്ടോ ഞാൻ വാഷ് ചെയ്യുന്നത്, നല്ലവണ്ണം വെള്ളം ഒഴിച്ച് വാഷ് ചെയ്യും. വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ കാണിക്കുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റീമാണ് എടുത്തത്. സ്റ്റീം വളരെ കുറച്ച് സമയം മാത്രമാണ് എടുക്കുന്നത്, ദിവസവും എടുക്കുന്നതുകൊണ്ട് ആസ് യൂഷ്വൽ സ്റ്റീം എടുത്തു കഴിഞ്ഞ് ഒരു ഐസ് റബ് ചെയ്യുന്നത് ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റിൽ വളരെ നല്ലതാണ്. ഇത് അവക്കാഡോ ആണ്, അവക്കാഡോ ജ്യൂസാണ് ഇന്ന് ഉണ്ടാക്കിയത്. സോ അതിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നതിലേക്ക് നലങ്ക് മാവും ഫ്ലാക്സീഡ് ജെല്ലും ഹണിയും കൂടെ മിക്സ് ചെയ്ത പായ്ക്കാണിത് നമ്മൾ ഫേസിലേക്ക് ഇടാൻ പോകുന്നത്. അവക്കാഡോ ആൻറ്റി റിങ്കിൾ ട്രീറ്റ്മെൻറ്റിൽ വളരെ ബെസ്റ്റാണ്. റിങ്കിൾസ് വരാതെ ഫൈൻ ലൈൻസ് വരാതെ നല്ല കളർ ഫേസിന് തരുന്നതിന് സഹായിക്കുന്ന ഒരു ഫ്രൂട്ടാണ്. ഇതിൽ നിറയെ ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ ഫേസിന് അത്രയ്ക്കും നല്ലതാണ്. ഫ്ലാക്സീഡ് ജെല്ലും നമ്മുടെ ഏജിന് റിങ്കിൾസ് വരാതെയും വരകൾ ഒന്നും വരാതെയും ബ്ലാക്ക് മാർക്ക് പോകുന്നതിനൊക്കെ സഹായിക്കുന്നതാണ്. ആ പായ്ക്കാണ് നമ്മൾ ഇന്നിട്ടത്. എല്ലായിടത്തും ഈവനായിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ഇതാണ് നമ്മുടെ അവക്കാഡോ മിൽക്ക് ഷേക്ക്. ഇന്ന് നാളെ എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ലാവിഷായിട്ട് ഹണിയൊക്കെ ഒഴിച്ചു. സോ ഡെയിലി ഒരു ജ്യൂസ് ഇതുപോലെ കുടിക്കുന്നത് നല്ലതാണ്. നമ്മൾ ഉണ്ടാക്കിയ ആൻറ്റി ഏജിങ് ഓയിലാണിത്. ഇതാണ് ഞാൻ ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുത്ത് മസാജ് ചെയ്യുന്നത്. സിറം അല്ലിത്. നന്നായിട്ട് കവിളുകളും ഫൈൻ ലൈൻസ് വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളും നെറ്റിയും ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒബ്സർവ് ചെയ്ത് എവിടെയാണ് ചുളിവുകൾ എന്ന് നോക്കി നന്നായിട്ട് മസാജ് ചെയ്യുക. കൂട്ടത്തിൽ കൈയും കൂടെ മസാജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൈയും ചുളിവുകളൊന്നുമില്ലാതെ സുന്ദരമായിട്ടിരിക്കുന്നതാണ്. ഇതാണ് ഞാൻ കഴിച്ച ലഞ്ച് മട്ടൺ ചപ്പാത്തി.